ഒരു പ്രശ്നമുള്ളത് എന്റെ പേരിൽ ആകെ ഒരു വകയില്ല എന്നുള്ളതാ. മീറ്റിംഗ് ഇരിക്കുമ്പോ ബാലശങ്കറിന്റെ ഡോക്യുമെന്റ്സ് നോക്കട്ടെ എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ എടുത്തു വെച്ച് കാണിക്കും? ഒരു സെന്റ് സ്ഥലം പോലും എന്റെ പേരിലില്ലല്ലോ. ആമി പ്രമാണം ബാലുനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാം ആമിയുടെ പേരിലല്ലേ? രജിസ്ട്രാറെ കണ്ടു ഞാൻ. നിന്റെ പേരിലുള്ള ആധാരവും ആമിയുടെ പേരിലുള്ള ആധാരവും തമ്മിൽ പഴയ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. പക്ഷേ അപ്പന്റെ ഒരു സൈൻ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടക്കും. കൽത്തോട്ടത്തിലെ സ്വത്തിൽ നിനക്കൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് ഒരു സത്യപ്രസ്താവന എഴുതി ഒപ്പിട്ട് തന്നാ മതി. അതിനിപ്പോ എന്താ തടസ്സം? എപ്പോ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞാ മതി, ഞാൻ റെഡി. ആ എന്നാ പിന്നെ ഉടനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാം. നീ നീക്കിക്കോ. അങ്ങനെ ആ കടമ്പയും കടന്നു. ചില കാര്യങ്ങളിൽ നിന്ന് നീ എന്തിനെ ഒഴിവാക്കുന്നേ? മനഃപൂർവ്വ ബിസിനസ് എന്ന് വെച്ചാ പണമിട്ട് പണം എടുക്കുന്ന പരിപാടിയാ. അതുമായി ബന്ധപ്പെട്ട എല്ലാ യാത്രകളും മീറ്റിംഗിലും നിന്നെ കൂട്ടി അപ്പൊ സംശയിക്കത്തില്ലേ? അതുകൊണ്ടാ ചില വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കാൻ പറയുന്നത്. പോകെ പോകെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തുവോ? അപ്പൊ സംശയിക്കുന്നുള്ളൊരു കാരണം പറഞ്ഞാ മതിയല്ലോ. ഓരോന്നും കൃത്യമായി ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ അലമ്പ് വർത്താനം വേണ്ട കേട്ടോ. സ്വത്തും വീടും കൈക്കലാക്കുക, പിന്നെ അപ്പൂനെ ഇവിടുന്ന് പുറത്താക്കുക. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് മാത്രം. ഓക്കെ? ഞാൻ അപ്പുറത്തെ വീട്ടില്. എന്നാ ഞാനങ്ങോട്ട്. അപ്പൊ വരൂ. സൊനാലിയില് വരുവാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് വെറുതെ അല്ല. ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതില് ഒരു അനിശ്ചിതത്വം ഉണ്ട്. എങ്ങും അല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ തിരിച്ചു പോണം. അതെന്തായാലും ഞാൻ ആലോചിക്കുന്നില്ല. കോമ്പൻസേഷൻ ആയിട്ട് ഒരു തുക തന്നാൽ മടങ്ങി പോവോ? ഓ, പണമായിട്ട് വന്നതാണോ? ഞാൻ പോവില്ല പപ്പ. പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. നീ സൊണാലിയിലേക്ക് വരണം. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ പപ്പ? ഞാനല്ല നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. എന്റെ മകനാ, അവന്റെ ഭാര്യയായിട്ട്. പപ്പ സിദ്ധുവായിട്ട് സംസാരിച്ചോ ഇക്കാര്യം? അവ സമ്മതിച്ചോ? പറയുന്നത് കേൾക്ക്. ഞാൻ ഇടപെട്ടിട്ടല്ല. സിദ്ധുവിന് സ്വയം തോന്നിയിട്ട് അവൻ നിന്നെ വിവാഹം കഴിക്കണം. അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മളായിട്ടുണ്ടാക്കണം. തൽക്കാലം എന്നെ ഒന്ന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി പറയുന്നതാണോ ഇത്? അതോ സിദ്ധുവിനെ കൊണ്ടെന്നെ കല്യാണം കഴിപ്പിക്കൂ? മരണത്തിന്റെ കുറെ ചടങ്ങുകൾ ബാക്കിയുണ്ട്. അത് കഴിയണം. ഇപ്പൊ വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നിന്നെ സിദ്ധുവിന്റെ ഭാര്യയായി സൊണാലി ബംഗ്ലാവിൽ എത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊരാവശ്യമാണ്. എന്തു പറ്റി തനുശ്രീ? അയ്യോ, എന്താ മോളെ? മോളെ, മോളെ. പിന്നെ സിദ്ധുവിന്റെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഉണ്ടാവില്ല. അപ്പൊ ഇത് വെറും വാക്കല്ല. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്ന്
പപ്പയ്ക്ക് അറിയാവുന്നതല്ലേ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന്. ആ സ്വപ്നം സഫലമാകാതെയാണ് എന്റെ മമ്മി പോയത്. ആരുടെ ജീവിതം എങ്ങനെയായാലും എന്താ, പപ്പയ്ക്ക് സ്വന്തം പിടിവാശിയാണല്ലോ വലുത്. അങ്ങനെ ആയിക്കോട്ടെ. അവകാശപ്പെട്ട സ്ഥാവര ജംഗമ വസ്തുക്കളിന്മേൽ അമല ശങ്കറിന്റെ വളർത്തുമകളായ എനിക്ക് യാതൊരു അവകാശവും ഇല്ലാത്തതാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അവകാശവും ഉന്നയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് വരികയോ നിയമ നടപടികളുമായി പോവുകയോ ചെയ്യില്ലെന്ന് ഇതിനാൽ സത്യപ്രസ്താവന ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി പേരെഴുതി ഒപ്പിട്ടോളൂ. ഒന്നുകൂടെ വായിച്ചു കേൾക്കണമെന്നുണ്ടോ? അവിടെ വേണ്ട. ഇങ്ങനൊരു സത്യപ്രസ്താവന എഴുതി തരുന്നതുകൊണ്ട് ഭാവിയിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. മോക്കവളുടെ സ്വത്ത് അനുഭവിക്കുന്നതില് ആർക്കും തർക്കമൊന്നും പറയാൻ പറ്റില്ലല്ലോ സാറേ. ഏയ് ഇല്ല. സുദർശന. ആ സാർ. ഇതിന്റെ ബാക്കി നടപടി ഓ ചെയ്യാം. ശരി സാർ. അല്ല ആമി, നമ്മളെന്തായാലും ഇവിടം വരെ വന്നതല്ലേ? സ്വത്ത് നിന്റെ പേരിലാക്കുന്ന കാര്യമല്ലേ, അതോട് ഉദ്ദേശിച്ചാ ഞാൻ വന്നത്. രജിസ്റ്റർ ചെയ്തേക്കാം. എന്താ പോ. ഓക്കെ. അങ്ങനെ ഒരു സത്യപ്രസ്താവന ഒപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതിയായിരുന്നു. ഇക്കാര്യം ഒന്ന് സംസാരിക്കാനായി ഞാൻ പലതവണ വിളിച്ചിരുന്നു. ഫോൺ എടുത്തെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നേരിട്ടെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ, പിന്നെന്തിനാ ഫോൺ എടുക്കണ്ടേന്ന് തോന്നി. അതുകൊണ്ട് മറ്റൊരു വിഷയം സംസാരിച്ചുകൂടാന്നുണ്ടോ? തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും സൊണാലിയുടെ സ്റ്റാഫായിട്ട് ഞാൻ കുറെ നാൾ ജോലി ചെയ്തിരുന്നല്ലേ. അതെ, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവയ്ക്കുക, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ ഒരു ദിവസം എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നിട്ടിനി നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് തുടരാന്ന് ഭംഗിവാക്ക് പറയാം. ഏറ്റവും വലിയ തട്ടിപ്പ് രീതി അത്. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും ആലോചിക്കാതെ ഞാൻ വിളിച്ചു പോയതാ. സോറി, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. നിക്ക്, ഫോൺ വെക്കാൻ വരട്ടെ. എന്തായാലും ചോദിച്ചില്ലേ, എന്റെ അഭിപ്രായം പറയാം. ബാലു അഡ്വക്കേറ്റിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലെ നമ്മളും അപ്പൂനും ഒരു അഡ്വക്കേറ്റിന്റെ അഡ്വൈസ് തേടായിരുന്നു. കാരണം ഇത് ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. മുദ്രപത്രത്തിലൊരു പ്രസ്താവന എഴുതി ഒപ്പിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത അഫിഡവിറ്റ് ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു നോക്കി. വ്യക്തമല്ലാത്ത ഒരു സെന്റൻസും അതിൽ ഞാൻ കണ്ടില്ല. ആമി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ബാലുവിനുള്ള സ്വത്തിന്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞോ? അയാള് ഹാപ്പിയായോ? ഇപ്പൊ നല്ല സ്വഭാവത്തിലാ ബാലു. ഉടനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് വിചാരിച്ചിട്ടാ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത്. ബാലുവിനെ അല്ല, ആമിയെ ഞാൻ ഓർത്തത്. ആ, ഒരാളെങ്കിലും ഇപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഓക്കെ ദെൻ, ശരി. മറുപടി പറയും മുമ്പ് ഫോൺ വെച്ചു. ഒരാളെങ്കിലും എപ്പോഴും ഓർക്കുന്നത് നല്ലത്. അർത്ഥം വെച്ച് പറഞ്ഞതാണ്. പെട്ടെന്ന് പറഞ്ഞ് നിർത്തണ്ടായിരുന്നു. ഒന്നുകൂടെ വിളിച്ചാലോ? അല്ല, വേണ്ട. ഇനി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ കോള് കട്ടായി പോയതാണോ? ഒന്ന് വിളിച്ചു നോക്കാം. അമ്പലത്തിൽ പോയ ആളെത്തിയോ? ഇന്നെങ്കിലും സ്വയം തോന്നിപ്പോയി തൊഴുതല്ലോ. ഈ ഉദ്ഘാടന പരിപാടി നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമാക്കാമായിരുന്നു. ഒരു മന്ത്രി, ഒരു MP, ഒരു MLA, നല്ലൊരു സിനിമാ നടൻ കൂടി ആകാമായിരുന്നു. ആർഭാടമൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം.
കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം. അല്ലാതെ ഏതെങ്കിലും സിനിമാക്കാരെ കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നതിനകത്തൊന്നും ഒരർത്ഥമില്ല. ഈ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ആമിയുടെ കൈകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നോടെ എല്ലാ ഐശ്വര്യം ഉണ്ടാവും. അതെ. 9 മണിയല്ലേ ടൈം പറഞ്ഞിരിക്കുന്നത്? ഏതോ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് വരുന്നു പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അല്ല, വൻകിട കമ്പനിയല്ലേ, അവരൊക്കെ കൃത്യസമയത്ത് എത്തിച്ചേരുള്ളൂ. 4-5 പേര് കൂടുതൽ കാണില്ലല്ലോ. കാപ്പി ഒരുക്കിയിട്ടുണ്ട് ഞാൻ. അതൊന്നും വേണ്ടായിരുന്നല്ലോ ആമി. 9 മണിക്കിനി 10 മിനിറ്റേ ഉള്ളൂ. എന്നെ ബാലു ഒന്ന് വിളിച്ചു നോക്ക്. ഇത്ര സമയായില്ലേ? അല്ല, അവരെവിടെ എത്തിന്നറിയാലോ. ആരെ വിളിക്കാനാടി? അതിനിവിടെ ആരും വരുന്നില്ലല്ലോ. നീ ഒന്ന് വേഗം ഫോൺ എടുത്ത് വിളിക്കുന്നതായിട്ട് ആക്ട് ചെയ്യ. നീ ഒന്ന് വിളിക്കേ. ഫോൺ എടുക്കടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ബാലശങ്കറാണ്. ആ, സമയം 9 o'clock ആവുന്നു. എത്താറായോ? മമ്മി മരിച്ച ദിവസം ഞാൻ സൊണാലിയിൽ വന്നിരുന്നു. സിദ്ധു അറിഞ്ഞോ ആവോ? കുഞ്ഞ് പറഞ്ഞിരുന്നു. ഞാൻ വന്നു എന്ന് മാത്രമേ അവര് പറഞ്ഞിട്ടുണ്ടാവൂ. അവരെന്നെ ഗെറ്റ് ഔട്ട് അടിച്ച കാര്യം പറഞ്ഞോ? കുഞ്ഞ് അങ്ങനെ ചെയ്തോ? ആ, ഗെറ്റ് ഔട്ട് എന്ന വാക്ക് പറഞ്ഞില്ല, പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നു. നിനക്ക് സൊനാലി വീട്ടിൽ എന്താ കാര്യമെന്ന് ചോദിച്ചു, അത്രയും പോരെ? മമ്മിയുടെ മരണം കുഞ്ഞിക്കൊരു ഷോക്കായി പോയി. അവര് തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. ചിലപ്പോ അതിന്റെ ഒരു ഇമോഷനിലായിരിക്കും കുഞ്ഞ് തന്നോട് അങ്ങനെ പറഞ്ഞത്. ആ വീട്ടിലപ്പോ 100 കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സുജാത കുഞ്ഞ് അവരിൽ എന്നോട് മാത്രമേ ഇമോഷണലായിട്ട് പെരുമാറിയുള്ളൂ, എന്നെ മാത്രമേ ഇറക്കി വിട്ടുള്ളൂ. ഇതേ സുജാത കുഞ്ഞമ്മയുടെ മാത്രം നിലപാടല്ല, നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ള എന്നോടുള്ള ആറ്റിറ്റ്യൂഡാ. ഒറ്റ വാക്കി പറഞ്ഞ എനിക്കവിടെ പ്രവേശനമില്ല. പ്രതീക്ഷിച്ചിരുന്നതായതുകൊണ്ട് എനിക്ക് വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. പക്ഷേ മമ്മി മരിച്ച് ഇത്രയും ദിവസമായിട്ടും നീ എന്നെ ഒന്ന് കാണാൻ വന്നില്ല, ഒന്ന് വിളിച്ച് വിവരം അന്വേഷിച്ചില്ല. അതിലെനിക്ക് വിഷമമുണ്ട്, പരാതിയുണ്ട്. ഇവിടെ ഒന്നും നോർമൽ ആയിട്ടില്ല. ഇവിടെ ആരും ഓക്കെ അല്ല. എന്റെ പപ്പ വളരെ ഡിസ്റ്റർബ്ഡാ. എന്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെ. മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന സമയത്തെ സാധാരണ നമ്മൾ എന്താ ചെയ്യാ? അടുപ്പോൾ ആരെങ്കിലും വിളിച്ച് കുറച്ചുനേരം സംസാരിക്കും. അവരെ പോയി കാണും, അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തും. പക്ഷേ സിദ്ധുവിന്റെ ഒരു മിസ് കോൾ പോലും എനിക്ക് വന്നിട്ടില്ല. ഇടോ, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാ. പക്ഷേ നീ ആ അവസ്ഥയില് അപർണയെ വിളിച്ചില്ലേ, സംസാരിച്ചില്ലേ, അവളെ പോയി കണ്ടില്ലേ? അവളുടെ അടുത്ത് ചെന്ന നിനക്ക് ആശ്വാസം കിട്ടും. എന്റെ അടുത്ത് വന്നാലോ ഉണ്ടായിരുന്ന ആശ്വാസം നഷ്ടമാവും. അങ്ങനെയാണല്ലോ. ഞാനിപ്പോ ഏത് സിറ്റുവേഷനിലാണെന്ന് തനുവിന് അറിയാനിട്ടല്ലോ. എന്നിട്ടും നീ ഇത്രയും നേരം ചെയ്തത് എന്താ? പരാതി, പഴിപറച്ചൽ, കുറ്റപ്പെടുത്തൽ. ഞാനൊന്ന് ഫ്രീ ആവട്ടെ, നിന്നെ വിളിക്കാം. ചേച്ചി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മോളെ. ഞാൻ കാരണം സിദ്ധുവേട്ടനും പ്രശ്നങ്ങളായില്ലേ? ചേച്ചി കാരണമൊന്നുമല്ല, എല്ലാ പപ്പയുണ്ടാക്കുന്ന കുഴപ്പങ്ങളാ. അങ്ങേർക്ക് വേറെ. അപർണയില്ലേ ഇവിടെ? എവിടെ പോയി ആള്? മോളെ സാറിനറിയാവോ? പിന്നെ അറിയാതെ. ഒന്ന് വിളിക്കൂ. അപ്പൂ, ഇങ്ങോട്ടൊന്ന് വന്നേ മോളെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ മാറിയെന്ന് കളഞ്ഞത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു സർ.
നിനക്കെങ്ങനെ സാറുമായിട്ട് പരിചയം? വളരെ ടാലന്റഡ് ആയ ഫാഷൻ ഡിസൈനർ എന്ന നിലയ്ക്ക് എനിക്ക് അപർണയെ നേരത്തെ അറിയാം. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് അപർണ ക്ഷണിച്ചിട്ടാണ്. എന്തിനാ പപ്പ വിളിച്ചത്? ഓഫീസിലെ പുതിയ അന്തരീക്ഷം എങ്ങനെയുണ്ട്? എന്താ നിന്റെ അഭിപ്രായം? പപ്പ കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഉഴപ്പി പറഞ്ഞ പോരാ. അതെ, എന്തുകൊണ്ട് കംഫർട്ടബിൾ ആണെന്ന് പറ. ആരുടെയും കുറ്റം പറയല്ല. സിദ്ധുവേട്ടനുള്ളപ്പോ ഓഫീസിൽ എല്ലാവരും ടെൻഷനിലായിരുന്നു. ബ്രേക്ക് ടൈമിൽ മാത്രം ഒരാശ്വാസം കിട്ടുക. ആരെങ്കിലും ഒന്ന് ഉറക്കെ സംസാരിച്ചാലോ ചിരിച്ചു കഴിഞ്ഞാലോ ക്യാബിൽ നിന്ന് അപ്പ വാണിങ് വരും സിദ്ധുവേട്ടന്റെ. ദേഷ്യപ്പെടാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല. ഇനി നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം പറ. അതിപ്പോ രണ്ടും എന്റെ ഏട്ടന്മാരല്ലേ. എന്നാലും എന്തോ ഒരു കാര്യം പറയാനുണ്ട് മനസ്സില്. അത് മുഖത്തിന്നറിയാം. ശിവേട്ടൻ എന്നോട് ഇപ്പഴാ സ്നേഹം അടുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങിയത്. ഭാവന ചേച്ചി അതുപോലെ തന്നെ. അത് സന്തോഷമുള്ള കാര്യം. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, നിന്നെ ആവശ്യമുള്ളത് കൊണ്ട് മാത്രം മോളെ. അപർണയുടെ സ്ഥാനത്താ നീ ഇരിക്കുന്നെന്ന് ഓർമ്മ വേണം. അതിന്റെ ടെൻഷനുണ്ട് എനിക്ക്. അപ്പു ചേച്ചി എനിക്ക് ഒരുപാട് ഐഡിയ ഒക്കെ പറഞ്ഞു തരായിരുന്നു. ബി കോൺഫിഡന്റ്. അപർണയേക്കാൾ മുകളിലെത്തണം നീ. അവൾ അഭിനന്ദിച്ചല്ലേ നിന്റെ വർക്കിനെ. അപ്പൊ അതിനും മുകളില് നിന്റെ കഴിവെന്ന് നീ വിചാരിച്ചോ? പപ്പ, മോളുടെ ശമ്പളമൊക്കെ എങ്ങനെ? പൂജ എന്ത് സാലറി പ്രതീക്ഷിക്കുന്നു? അയ്യോ, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ പപ്പ. എന്നാൽ നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും. 1-ാം തീയതി കയ്യിൽ കിട്ടുമ്പോ അറിയാം. അതുപോലെ സിദ്ധുവിന്റെ അപർണയുടെ സേവ പിടിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ഓഫീസിലുണ്ടോ? അതിപ്പോ എല്ലാവർക്കും അവരോടൊരു ചായ്വ് കാണും. എന്നാലും അവർക്ക് ഡെയിലി ന്യൂസ് അറിയിപ്പിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സെക്രട്ടറി സോണി. ആ ചേച്ചി അപ്പു ചേച്ചി നല്ല കമ്പനിയാ. അത് മനസ്സിൽ വെച്ചോണ്ട് തന്നെയാ ചോദിച്ചത്. ശരി, പൂജ വയ്ക്കോളൂ. പിന്നെ സൊണാലി ഫാബിന്റെ പുതിയ ഫാഷൻ ഡിസൈനർ ആണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. നിന്റെ ഡിസൈൻ വർക്കിലൂടെ പുതിയ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് കിട്ടണം. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എനിക്ക് വേണം. 1-ാം തീയതി കവറിലിട്ട് ശമ്പളമായിട്ട് അതൊക്കെ ഞാൻ കയ്യിൽ തരും. സൊനാലി ഫാബ് ഡിസൈൻസിൽ ജോലിക്ക് ആളെ നിയമിക്കുന്നതിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ നിന്ന് ആരെങ്കിലും മാറ്റുന്നതിലും അതുപോലെ തന്നെ അതേ പ്രൊസീജിയേഴ്സ് തന്നെ ബാധകമാണ്. അത് ചട്ടം. പക്ഷെ MD-യുടെ കസേരയില് പുതിയ ആള് വന്നിരുന്നപ്പോഴേ ആ നടപടിക്രമങ്ങളൊന്നും പപ്പ നോക്കിയില്ല. ചേട്ടത്തി, ആ മാറ്റം വെറും താൽക്കാലികമാണ്. തന്നെയല്ല, പപ്പയാണ് ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. മൂത്ത മകന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇളയ മകനെയും വെച്ചു. സിദ്ധുവിനിപ്പോ എന്താ വേണ്ടേ? സോണിയോടെ. നിന്റെ സെക്രട്ടറി ആയിരുന്നു സോണി, MD-യുടെ പേഴ്സണൽ സെക്രട്ടറി. MD മാറിയപ്പോ സെക്രട്ടറിക്ക് മാറ്റം വന്നു. എനിക്ക് അയാളെ സെക്രട്ടറി ആയിട്ട് വേണ്ട. കാരണം എനിക്ക് അയാളെ വിശ്വാസമില്ല. പേഴ്സണൽ സെക്രട്ടറി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കൂടെ. സോണിയിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതെ, സോണി ഇവിടുത്തെ പെർമനന്റ് സ്റ്റാഫാ. ജോലിന്ന് പറഞ്ഞയക്കണമെങ്കിൽ മുൻകൂർ നോട്ടീസ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും. അത് സോണി പറയട്ടെ. നീ അവളുടെ ബലപ്രയോഗം വേണ്ടി വന്നാ ഞാൻ വിളിക്കാം. ഓക്കെ സാർ. എന്താ ഇവിടെ പ്രശ്നം? ആരാ സമരക്കാര്? സമരക്കാരല്ല സർ. സൂചനാ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കുറച്ചു സമയത്തേക്ക് ഇവര് ജോലി നിർത്തിവെക്കുക. അതൊന്നും അല്ല സാർ, ജോലിക്കാരും മാനേജ്മെന്റും തമ്മിൽ പിരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഓഫീസ് അടിച്ച് തകർക്കൊന്ന് ഭീഷണിപ്പെടുത്തുന്നു സാർ. ആര് ഭീഷണിപ്പെടുത്തി? പപ്പ പച്ചക്കള്ളം പറയുന്നത് പപ്പ കേൾക്കുന്നില്ലേ? ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങനെ വല്ല സംസാരം ഉണ്ടായോ സിദ്ധു? പപ്പ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സാറ് സ്റ്റാഫിൽപ്പെട്ട ഒരു കുട്ടി അന്യായമായിട്ട് പിരിച്ചുവിട്ടു. ആ തീരുമാനം ഒന്ന് പിൻവലിക്കണം. ന്യായമാണോ അന്യായമാണോ തീരുമാനിക്കാൻ നീ ആരാ? നിനക്കെന്തറിയാം? ശരി, എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ഇവർക്കൊക്കെ അറിയാം നടന്നത് അനീതിയാണോന്ന്. സാർ ഇവരോടൊന്ന് ചോദിക്കേ, എന്നിട്ട് ഉചിതമായിട്ട് നടപടിയെടുക്കുക. ശരി,
അഭിപ്രായം ചോദിക്കാം. ഇവരിൽ ശിവ പറയുന്നതാണോ ന്യായം, അതോ സിദ്ധാർത്ഥ് പറയുന്നതാണോ ന്യായം? നിങ്ങളുടെ അഭിപ്രായം പോലീസ് മുഖവിലേക്കെടുക്കും. ഇവരിൽ ആരാണ് ശരി? സിദ്ധാർത്ഥിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന അഭിപ്രായമുള്ളവർ ആരൊക്കെയാണ്? ഓക്കെ, ശിവയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന അഭിപ്രായമുള്ളവർ ആരൊക്കെയാണ്? അതിനാണ് ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറയുന്നത്. മണി പവറും മസിൽ പവറും ഉള്ളതിന്റെ കൂടെയല്ലേ ആള് നിൽക്കുള്ളൂ. ഓഫീസ് സ്റ്റാഫിന് എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുക്കാം. 1000 രൂപ എല്ലാവർക്കും ശമ്പളം കൂട്ടി കൊടുത്താലോ? 1000 രൂപയോ? ഒരു മാസം എത്ര രൂപയാ മാറുന്നത്? ഒന്നും വേണ്ട. നാളെ വൈകുന്നേരം ഓഫീസ് ഹാളിൽ ഒരു ഗെറ്റ് ടുഗദർ, അത് മതി. ഓഫീസിൽ ആ സമയത്തെ അപർണയും കൂടെ വേണ്ടതായിരുന്നു. പ്രിയതമനെ നിന്ന് വേർക്കുന്നത് അവളും കൂടെ കാണേണ്ടതായിരുന്നു. ജീവിതത്തിൽ അവന് ഇതുപോലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവില്ല. വിളറി വെളുത്തുപോയില്ലേ? ഇതുവരെ കണ്ടില്ലല്ലോ ആളെ. ഇനി ഓഫീസിൽ വെച്ചുണ്ടായ ക്ഷീണം മാറാൻ വല്ല ക്ലബിലും മറ്റോ പോയതായിരിക്കും. സിദ്ധുവും അപർണയും തമ്മിൽ കാണാനുള്ള അവസരം ഒഴിവാക്കണമെന്നുള്ള ഐഡിയ ഭാവനയാ പറഞ്ഞത്. അതെന്തായാലും നല്ലതുപോലെ വർക്കൗട്ടായി. അപ്പൂനെ മുൻനിർത്തിയാ എനിക്കെതിരെ അവർ ഈ പടനീക്കങ്ങളെല്ലാം നടത്തിയത്. നമ്മളെ വേർപിരിക്കാൻ വേണ്ടിട്ടാ. അതിനൊരിക്കലും കഴിയില്ലെന്ന് എനിക്കും നിനക്കും അറിയാം. അത് ശിവേട്ടനെ ഗ്രൂപ്പിനെ അറിയിക്കണം. അവർക്കുള്ള മറുപടിയാ. സിദ്ധുട്ടോ, വാ നീ. സിദ്ധു, ഇവക്കെന്താ ഇവിടെ കാര്യം? അപ്പൂന് ഇനി ഇവിടെ കാര്യം. ഇനി അപ്പു കൽത്തോട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. പപ്പ, അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? വഴി പോകുന്നവരെ വിളിച്ചു കയറ്റാൻ ഇത് സത്രമല്ല. വഴിയെ പോകുന്നോളല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നോളാ അപ്പു. കല്യാണോ? മമ്മി മരിച്ചിട്ട് എത്ര ദിവസമായിടാ? അതിന്റെ കർമ്മം കഴിയുന്നതിന് മുമ്പേ നിനക്ക് കല്യാണം കഴിക്കാനാണോ ധൃതി? ഇതായിരുന്നോ മമ്മിയോടുള്ള പൊന്നോമനപുത്രന്റെ സ്നേഹം? കഷ്ടം തന്നെ. അതെ, മമ്മിയോടുള്ള സ്നേഹം നിറവേറ്റാൻ ഏറ്റവും നല്ല വഴി ഇത് തന്നെയാ. ഞാൻ അപ്പുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണണമെന്നായിരുന്നു എന്റെ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ സ്വപ്നം സത്യമാവുന്നതില് മമ്മിയുടെ ആത്മാവ്